11 ദിവസത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനോരോ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ അധികം കമൻ്റായിട്ടും ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എത്ര എമൗണ്ട് വരും എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ക്ലിനിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ക്ലിനിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറ്റങ്ങൾ, ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു പെർ ഗ്രാഫ്റ്റ് 25 റുപ്പീസ് എന്നുള്ള ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. അതും EMI സൗകര്യം അവൈലബിൾ ആണ്. EMI വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രൈസ് തന്നെ നമ്മുടെ ഗ്രാഫ്റ്റിൻ്റെ എണ്ണത്തിനെ അനുസരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്വേഷിച്ച ടൈമിൽ 25 to 30 റുപ്പീസ് വരെയാണ് പെർ ഗ്രാഫ്റ്റ് പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ എണ്ണം ഒരുപാട് കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിൽ അതിനനുസരിച്ചിട്ടുള്ള കുറവ് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രാഫ്റ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിൽ മാറ്റങ്ങളും ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഫീ ആയിട്ട് വരുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള കൊച്ചിയിലെ ഹെയറോഡൻ്റ് എന്നാണ്, കൊച്ചിയിലുള്ള കടവന്ത്രയിലുള്ള ഹെയറോഡൻ്റ് എന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനും EMI സൗകര്യങ്ങൾ കാര്യങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു EMI വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണൽ ഒപ്പീനിയനിലും ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 99% എനിക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റൊക്കെയും അതുപോലെ 99.9% ഫിക്സ് ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റൊക്കെയും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിലവിൽ ഇപ്പോൾ കാണുന്ന പോലെയല്ല, ഇത് ബ്ലഡിൻ്റെ ഒരു റെഡ് ഡോട്ട് മാർക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ മുറിയൊക്കെ ആയതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന റെഡ്, നമ്മൾ ബ്ലഡ് ഉണങ്ങിയിട്ടുണ്ടാകുന്ന മാർക്ക് ഉണ്ടല്ലോ, അതുപോലെ ബ്ലാക്ക് ഡോട്ടായിട്ട് ഈ ഏരിയ മൊത്തം ഫുള്ളായിട്ട് ബ്ലഡിൻ്റെ ഒരു ഉണങ്ങിയിട്ടുള്ള മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. അപ്പോൾ എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റത്തെ 3 days നമുക്കിങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒപ്പി കൊടുക്കാനായിരുന്നു. ക്ലീൻ ചെയ്യൽ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 3 days ഇങ്ങനെ ഒപ്പി കൊടുക്കുക. 3 to 6 days അതേപോലെ തന്നെ നനച്ചതിന് ശേഷം ഇങ്ങനെ വൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 6 days ആയപ്പോൾ തന്നെ ആ ബ്ലഡിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെയും മാർക്ക് ഒക്കെയും ക്ലിയർ ആയി പോയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഹെഡ് വാഷ് 10 days മുതൽ ഹെഡ് വാഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ് വാഷ് ചെയ്തതോടുകൂടി തല ഭാഗങ്ങളൊക്കെയും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് അനുഭവങ്ങൾ. വളരെ ക്ലിയർ ആൻഡ് നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹെയർ ലൈനൊക്കെ കണ്ടാലറിയാം, അത്രക്ക് നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഫിക്സ് ചെയ്ത പോലെ ഒരു ഇതൊന്നും നമുക്ക് തോന്നില്ല. ഒരു നാച്ചുറൽ ഹെയർ സ്റ്റൈലിൽ തന്നെയാണ് നമുക്ക് ഫിക്സിങ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കൊരു 99% ഹെയർ ഫിക്സ് ചെയ്ത ഗ്രാഫ്റ്റ് മിസ്സായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈമിലേക്ക് നല്ലോണം കെയർ ചെയ്തിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് പറഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീല് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ 11 ദിവസത്തെ എൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ EMI സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കിനെ പറ്റിയിട്ടും അവിടെ ചെയ്തിട്ട് പോയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലപ്പം ചെയ്യുന്ന സമയത്ത് അവർ കാണിക്കുന്ന ഒരു മറ്റേ നമ്മളോട് കാണിക്കുന്ന ഒരു ഇത് പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിക്കോളണമെന്നില്ല പല ക്ലിനിക്കിലും. അപ്പോൾ ഇപ്പം നമുക്ക് GFC മറ്റു കാര്യങ്ങളൊക്കെയും അതിൻ്റെ കൂടെ ഓഫർ ചെയ്യും പലരും. ഇത്ര GFC ഇത്ര PRP അങ്ങനെയൊക്കെ ഓഫർ ചെയ്യലുണ്ട്. അപ്പോൾ ഓഫർ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അവർ നമ്മളെ കോൾ ചെയ്യലും മറ്റ് അവരുടെ ഒരു ഫോളോ അപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഇത്തരം സർവീസിന് ചിലപ്പം കിട്ടിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനത്തെ ഇതൊക്കെയും ക്ലിനിക്കിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുടെ എക്സ്പീരിയൻസ് മാക്സിമം മനസ്സിലാക്കുക, എന്നിട്ട് അവരുടെ ചോദിച്ചറിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സാറ്റിസ്ഫൈഡ് ആണ് നിലവിൽ ഉള്ള ഇതുവരെയുള്ള ഇതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തത് കൊഴിഞ്ഞു പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ GFC ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു 1 month ശേഷമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. അതൊക്കെ ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഇതാണ്. നമുക്ക് ഇന്നത് കഴിക്കുന്നത് ഇന്നത് കഴിക്കണം എന്നുള്ളതൊന്നും പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ 11 ദിവസത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിലവിലുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നമുക്ക് ഫിക്സ് ചെയ്തത് തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾക്കൊന്നും അറിയില്ല. തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് എനിക്കിവിടെ ഫിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അതും വളരെ ഒരു എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഞാനൊരു ഹാപ്പിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ വെച്ചത് വേർതിരിച്ചറിയുന്ന വിധത്തിലാവുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മുടി വളർത്തിയിട്ട് നടക്കുന്നതും പിന്നെ ചെറുതാക്കുന്ന സമയത്തും നമുക്കൊരു വേർതിരിവ് മനസ്സിലാവുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ നമുക്ക് പേഴ്സണലി വരുന്നൊരു ബുദ്ധിമുട്ട്, ചെറുതായിട്ട് വരുന്നൊരു ബുദ്ധിമുട്ട് ഈ ഡോണർ ഏരിയയാണ്. ഡോണർ ഏരിയയിലുള്ള ചെറിയൊരു പെയിന് അത് ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു ടൈം എടുക്കൽ മാത്രമാണ്, അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എന്നുള്ള ലെവലില്ല, ഒരു ചെറിയൊരു പെയിന്. അത്രയാണ് നിലവിലുള്ള എൻ്റെ എക്സ്പീരിയൻസ്. കൂടുതൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ.